ഭയങ്കരനായ മുതലയെ നേരിടാൻ പട്ടാളം തന്നെ വരേണ്ടിയിരിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു കാര്യത്തിന് പട്ടാളം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് അവർ സമ്മതം മൂളിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കഴിവുകേടല്ല. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പക്കലില്ലാത്തത് കൊണ്ടാണ് മിലിറ്ററിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ ജില്ലയിലെ 2 ഫോഴ്സുകൾക്കും ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രിയ, എപ്പോഴാണ് മിലിറ്ററി എത്തിച്ചേരുന്നത്? സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ള ഉപകരണങ്ങളുമായിട്ടാണോ അവർ എത്തിച്ചേരുന്നത്? അതെ വേണു, ബോട്ട്, തോക്ക് തുടങ്ങി സകലവിധ സന്നാഹങ്ങളുമായിട്ട് തന്നെയാണ് അവർ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവരെ എപ്പോൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ വ്യക്തതയുമില്ല. രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അവരെ കരക്കെത്തിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വേണു, പ്രിയ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വേണു, ക്രിക്കറ്റ് താരം ശ്രീരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ സന്ദർശനം? അങ്ങനെയൊന്നും അല്ല. അപകടത്തിൽപ്പെട്ട നിത്യ എന്റെ ഫാമിലി ഫ്രണ്ടാണ്. സംഭവങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി വന്നാണ്. ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബ സുഹൃത്ത്. പിന്നെ പരിശീലനത്തിന് പോകാതെ ഷോപ്പിങ്ങിനും മറ്റുമായി കറങ്ങി നടക്കാനാണ് പുതിയ താരങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ മുൻ കോച്ച് താങ്കളെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. കറക്റ്റായി പ്രാക്ടീസിന് പോകുന്ന ആള് തന്നെയാണ് ഞാൻ. മറ്റു താരങ്ങൾ ചിലപ്പോൾ കോച്ച് പറഞ്ഞാലായിരിക്കും. അതെ സാർ, സാർ, എന്റെ മോക്ക് എന്താ പറ്റിയത്? അവൾ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാടോ ഇത്? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാ. ഓ, നിങ്ങളാണല്ലേ? അതെ. ആ കൊച്ചു അതിന്റെ കാമുകനുമായിട്ട് വല്ല മുതലമടയിലും ചെന്ന് കയറിയാലും ഞങ്ങൾ എന്ത് ചെയ്യാനാ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരിക്കും. മിലിറ്ററി ഇപ്പോൾ ഉടനെ എത്തും. സോറി, നോ മോർ ക്വസ്റ്റ്യൻസ്. സർ, വൺ ക്വസ്റ്റ്യൻ പ്ലീസ് സർ. അമ്മയുടെ ഭക്തിയാണ് താങ്കളെ രക്ഷിക്കുന്നതെന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നന്നായി കളിച്ചുകൊണ്ടാണ് ടീമിൽ കയറാനും തുടരാനും സാധിക്കുന്നത്. അല്ലാതെ ഭക്തി മാത്രം കൊണ്ടെല്ലാം നേടാൻ പറ്റും? സർ, ഗണേഷ് മാധവൻ സ്വാമിയുടെ ഭക്തനാണ് താങ്കൾ എന്ന് പറയുന്നത്. ഏത് ഗണേഷ് മാധവൻ? അമ്മ ഒന്ന് മാറന്റെ കൊച്ചേ. എന്താണോ? SP-യുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണ്? മിലിറ്ററി വരുന്ന കാര്യം ഐലൻഡിലുള്ളവരെ കൂടി അറിയിക്കണമെന്ന്. അതെന്തിനാണോ ഇനിയിപ്പോ എല്ലാരെയും കൂടി അറിയിക്കുന്നത്? സാർ, ഇതൊന്നും അറിയാതെ അവര് റിസ്ക് എടുത്ത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് പെട്ടാലോ? എന്നാ ഒരു കാര്യം ചെയ്യ്, താൻ ചെന്നൊരു വാർപ്പെടുത്തുണ്ടോ? സാർ, ഞാൻ അതിൽ കയറി തുഴഞ്ഞ് അക്കരെ ചെന്ന് പറഞ്ഞിട്ട് വരാം. എന്തേ? സാർ, വാർപ്പ് റെഡിയാണ് സാർ. പോയി മെഗാഫോൺ എടുത്തോണ്ട് പാടോ. ശരി സാർ. കോപ്പ്. ഹലോ ഷൂട്ടർ, നിങ്ങൾ ഇനി ഒരു ചെറിയ മൂവ്മെന്റ് പോലും നടത്തരുത്. ഉടൻ തന്നെ മിലിറ്ററി റെസ്ക്യൂ ടീം ഇവിടെ എത്തിച്ചേരും. ഇനി പേടിക്കാനൊന്നുമില്ല. കുറച്ചു സമയം കൂടി കാക്കൂ. നിങ്ങളുടെ ഒരു ചെറിയ നീക്കം പോലും മുതലയെ പ്രകോപിപ്പിക്കും. ഓ, ഇനി ഞങ്ങൾ പ്രകോപിച്ചിട്ട് വേണമല്ലോ. ആരും അനങ്ങുകയോ മുതലയെ എറിയുകയോ ചെയ്യരുത്, പ്ലീസ്. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛൻ ഇവിടെ ഉണ്ട്. എന്തിനു മോളെ നീ ഇങ്ങനെ ചെയ്തത്? എല്ലാവരും സംയമനം പാലിക്കുക.